തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. അനുഭവിച്ചു വരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടരുതേ എന്നതല്ല, ഇല്ലാത്ത സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ആധിയും അതെങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ആസക്തിയുമാണ് പലപ്പോഴും മനുഷ്യനെ നയിക്കുന്നത്. അതുകൊണ്ടാവാം അനുഗ്രഹദാതാവായ ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാളും കൂടുതൽ നേടുവാനുള്ള പ്രാർത്ഥനയിലാണ് ചിലർ. കൂടുതൽ കിട്ടുവാനും നേടുവാനും ജയിക്കുവാനും മുന്നേറുവാനുമാണല്ലോ പൊതുവെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. ലഭ്യമായ അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹദാതാവായ ദൈവത്തിന് നന്ദി പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു ജീവിതാനുഭൂതിയായിരിക്കും. ആത്മഹർഷത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും അത് അയാളെ നയിക്കും. ഏതൊരാളുടെയും ജീവിതത്തെ ആഹ്ലാദകരമാക്കുന്ന സ്വഭാവ മഹിമയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നത്. പൗലോസ് അപ്പോസ്തലനെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവ മഹിമയെ ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരുപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരുപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആരോഗ്യമുള്ള ഒരാളെ സങ്കല്പിക്കുക. ഉന്മേഷവാനായിരിക്കുന്നു അയാൾ. ആശുപത്രി, ഡോക്ടർ, മരുന്നുകൾ, പണച്ചെലവ് ഇതുമായി കെട്ടിമറിയേണ്ട ആവശ്യമില്ല. തൊഴിൽ ചെയ്യുന്നതിന്, യാത്ര നടത്തുന്നതിന്, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നതിനൊന്നും അയാൾക്ക് തടസ്സവുമില്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾ എത്ര ഭാഗ്യവാനാണ്. ഇത്തരമൊരു അനുഗ്രഹം നൽകിയ ദൈവത്തിന് വിനയാന്യതനായി നന്ദി പറഞ്ഞ് ജീവിച്ചാൽ അതിലും വലിയ ആനന്ദം മറ്റെന്താണ് കിട്ടുക? സമ്പത്തുള്ള ഒരാളെ നോക്കൂ. സൗകര്യമുള്ളൊരു വീട്, കൊള്ളാവുന്ന വാഹനം, സമർത്ഥരായ മക്കൾ, സഹായിക്കാൻ ആളുകൾ, ഇതൊക്കെ ഉണ്ടാകാം. ഇത്തരമൊരാൾ ദരിദ്രനായ ഒരാളുമായി തട്ടിച്ചു നോക്കിയാൽ എത്ര അനുഗ്രഹീതനാണ് എന്ന് തോന്നാം. ഇനിയും ഇനിയും സമ്പത്ത് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന ചിന്തയും ആർത്തിയുമാണ് അയാൾക്കുള്ളതെങ്കിൽ നിരാശയും അസംതൃപ്തിയുമായിരിക്കും അയാളെ പിടികൂടുന്നത്. ഉള്ളതിൽ സംതൃപ്തിയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ സമാധാനവും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടാകും. ജനിച്ചു വീണപ്പോൾ നാം ആരും ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. മരണത്തിൽ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. നമുക്കിവിടെ ജീവിക്കാൻ വായുവുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, അനുഭവിക്കാൻ അങ്ങനെ പലതുമുണ്ട്. അതുപോലെ കിട്ടാത്തതായും പലതുമുണ്ട്. പണം കിട്ടിയവർക്ക് ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ചിലർക്ക് ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം, അധികാരം തുടങ്ങിയവ ഒന്നും കിട്ടിക്കൊള്ളണമെന്നുമില്ല. സമസ്തവും കിട്ടുന്ന ആരും ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. അതിനാൽ സംതൃപ്തിയുള്ള സന്തോഷകരമായ അനുഗ്രഹീത ജീവിതം നയിക്കുവാൻ ദൈവം കൂടിയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.